പെരുമ്പാവൂർ നഗരസഭ 4-ാം വാർഡിൽ കാഞ്ഞിരക്കാട് LPSൽ LDFലെ സ്ഥാനാർത്ഥിയായിട്ടാണ് സതി ചേച്ചി മത്സരിക്കുന്നത്. സതി ചേച്ചി നമ്മുടെ മെട്രോ ന്യൂസ് ചാനലിലെ ജനമനസ്സിനൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ഒരു 15 വർഷത്തോളം കൗൺസിലറായിട്ട് അതുപോലെ തന്നെ ചെയർപേഴ്സണായിട്ട് ഇപ്പം ജനങ്ങളുടെ ഒരു സഹകരണവും പിന്തുണയൊക്കെ ചേച്ചിക്ക് വളരെ വലുതാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇത്തവണയും മത്സര രംഗത്തേക്ക് വന്നേക്കുന്നത് ജനങ്ങളുടെ അഭ്യർത്ഥന മഞ്ചാണോ, അത് ആ വാർഡിൽ തന്നെയാണോ മത്സരിക്കുന്നത്? 2010 വാർഡ് 4 നിന്നാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുള്ള ആ ഒരു കൗൺസിലായി എങ്ങനെ പ്രവർത്തിക്കാം, എങ്ങനെ നമുക്ക് എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ സംശയങ്ങളായിരുന്നു. പക്ഷേ 10 മുതൽ 15 വരെയുള്ള കാലഘട്ടം അപ്പോൾ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നമ്മളോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതിൻ്റെ ഫലമായി അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിനും അത് എനിക്ക് എന്നാലാവുന്ന വിധം അത് ചെയ്തു കൊടുക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലർ എന്ന പദവിയിലിരുന്നു കൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം കണക്കാക്കിയാണ് ഞാൻ പ്രവർത്തിച്ചത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും വിധം എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കൗൺസിലറായിരുന്നപ്പോഴും അതുപോലെ തന്നെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും ഒക്കെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതിൽ എടുത്ത് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമോ? 2010 മുതൽ കൗൺസിലറായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. അവരുടെ റോഡ് സൗകര്യം, റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിനും പുതിയതായിട്ട് റോഡ് ഉണ്ടാക്കുന്നതിനും പിന്നെ ഇതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, നമ്മുടെ വാർഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാലിന്യ സംസ്കരണം ചെയ്തു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള പെൻഷൻ, അവരുടെ അർഹതപ്പെട്ട പെൻഷൻ നേടിക്കൊടുക്കുന്നതിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലുമാണ് പ്രവർത്തിച്ചേക്കണേ. അതുകൂടാണ്ട് 4-ാം വാർഡിലാണ് കാഞ്ഞിരക്കാട് LP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളിൻ്റെ ഉന്നമനത്തിനായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. അവിടെ കെട്ടിടം പണിയുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് അവിടെ പുതിയതായിട്ടൊരു അംഗൻവാടി ആരംഭിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2015 മുതൽ 20 വരെ പെരുമ്പാവൂർ നഗരസഭയിൽ നിന്നേക്ക് വീണ്ടും മത്സരിക്കുന്നതിനും എന്നെ പാർട്ടി സീറ്റ് തന്നു. അതിനനുസരിച്ച് ഞാൻ 15 മുതൽ 20 വരെ മത്സരിച്ച് ഉന്നത വിജയം കൈവരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ തവണയെക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നതിന് സാധിച്ചു. ആ സമയത്ത് നഗരസഭയുടെ ചെയർപേഴ്സൺ ആവാൻ പാർട്ടി എന്നെ നിയോഗിച്ചു. അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്നതിന് എനിക്ക് 10 മുതൽ 15 വരെയുള്ള കാലഘട്ടം നന്നായിട്ട് ഉപകരിച്ചിരുന്നു. അപ്പോൾ അന്ന് കൃത്യമായിട്ട് നടപ്പാക്കേണ്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നഗരസഭയുടെ മാലിന്യ സംസ്കരണം, റോഡുകളുടെ നവീകരണം, അതുകൂടാണ്ട് നമ്മുടെ യാത്രി നിവാസ് ടെർമിനൽ അത് നമുക്ക് നല്ല രീതിയിൽ പണി പൂർത്തിയാക്കുന്നതിന് സാധിച്ചു. ടൗൺ ഹാള്, EMS ടൗൺ ഹാള് പണി പൂർത്തീകരിക്കുന്നതിന് സാധിച്ചു. നഗരസഭയ്ക്ക് താലൂക്ക് ആശുപത്രിക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിന് സാധിച്ചു. ലൈബ്രറിക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. ആയുർവേദ ആശുപത്രിയിൽ വികസനം നടത്താൻ സാധിച്ചു. ആ സമയത്താണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിഫ്ബി ഫണ്ടായി 9 കോടി രൂപ നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് ഗേൾസ് സ്കൂള് ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് സാധിച്ചു. പുതിയ ക്ലാസ് റൂം പണിയുന്നതിനും വേണ്ട പ്രാഥമിക എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനും ആ സമയത്ത് സാധിച്ചു. അതിനോട് ഒപ്പം തന്നെ ബോയ്സ് സ്കൂളിന് കിഫ്ബി ഫണ്ട് ലഭിച്ചു. ആ ഫണ്ട് ഉപയോഗിച്ച് പ്രാഥമികമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനും മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിനും പ്ലാൻ സാങ്ഷനാക്കുന്നതിനും സാധിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ കൗൺസിലിന് ബോയ്സ് സ്കൂള് പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. ടൗൺ ഹാള്, EMS ടൗൺ ഹാളിൻ്റെ നിർമ്മാണം ആ സമയത്ത് ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ സമയത്താണ് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കോവിഡ് മഹാമാരി എല്ലാം ഉണ്ടായത്. റോഡിൻ്റെ വികസനവും അതും എല്ലാം ആ സമയത്ത് ആ കാലഘട്ടം ഉൾപ്പെടുത്തി ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ, രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കുന്നതിന് സാധിച്ചു. ആ സമയത്താണ് പഴയ റോഡ്, അവിടെ ടൗൺ ഹാളിലേക്കുള്ള പഴയ റോഡുണ്ട്, ആ റോഡ് വീതി കൂട്ടുന്നതിനും ടൈല് വിരിച്ച് മനോഹരമാക്കുന്നതിനും സാധിച്ചു. പുതിയതായിട്ടൊരു റോഡ്, ഒരു സ്ഥലം മേടിച്ച് പുതിയ വഴി ഉണ്ടാക്കുന്നതിന് സാധിച്ചു. അങ്ങനെ നഗരസഭയുടെ വികസനത്തിന് എന്നാലാവുന്നത് ചെയ്യുന്നതിന് എനിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പെരുമ്പാവൂർ നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിന് ഭൂരിഭാഗവും ആ സമയത്താണ് ചെയ്തു തീർത്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു കാലയളവല്ല, 15 വർഷത്തോളം ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് അനുഭവങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ?
ഈ 15 മുതൽ 20 കാലഘട്ടത്തിലാണ് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ മഹാമാരിയായ കോവിഡ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം 2018 സംഭവിച്ചത്. ആ സമയത്ത് നമ്മുടെ ഭരണമെല്ലാം നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ വെള്ളപ്പൊക്കത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ആ സമയത്ത് നടന്നത്. അപ്പോൾ വെള്ളപ്പൊക്കം പെട്ടുപോയ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നതിനും ഒരു കോർഡിനേഷൻ നടത്തുന്നതിന് നഗരസഭയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ധാരാളം വീടുകളും മൃഗങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിലായ സമയമാണ്, മനുഷ്യരുൾപ്പെടെ. ആ സമയത്ത് അവരെ സംരക്ഷിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ പകച്ചുപോയ സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മളൊന്ന് പകച്ചെങ്കിലും പിന്നീട് ഊർജ്ജസ്വലമായി എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ആ സമയത്ത് ജാതി മത ഭേദമില്ലാതെ ജനങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. അത് നമുക്ക് നല്ല ഉപകാരമായി. ചാനലും അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള ചാനലുകാരും വന്ന് സാധനങ്ങൾ ചുരുക്കൂട്ടുന്നതിനും നമുക്ക് ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാക്കുന്നതിനും സ്കൂളുകളിലൊക്കെ അന്ന് സ്കൂളുകൾ മാത്രമല്ല പള്ളികൾ, അമ്പലങ്ങൾ വരെ നമുക്ക് ആളുകളെ താമസിപ്പിച്ച് അവരെ സംരക്ഷിക്കേണ്ട ഒരു സമയമായിരുന്നു. അന്ന് കാലത്ത് ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങളാണ്. പിന്നെ കോവിഡ് മഹാമാരി എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി വരെ അടച്ചുപൂട്ടിയ സന്ദർഭമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയം. അപ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അപ്പോഴും എല്ലാവരും നമ്മളോടുകൂടെ സഹകരിച്ച് ഒറ്റക്കെട്ടായി നിന്ന്, അന്നും രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാണ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. അപ്പം അതൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുള്ള കാലമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഓർമ്മകൾ ഒരു സന്തോഷമാണ്. ചെയ്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, ഇനി വിജയിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്? ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജനങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ മുൻകൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കി പോകേണ്ട കാര്യമില്ല. ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ, എനിക്ക് ഇന്ന കാര്യം നടത്തി തരണം. നമ്മളത് കൗൺസിലറായി കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും അവരുടെ വാർഡ് കമ്മിറ്റി കൂടി വാർഡ് സഭ ചേർന്ന് അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടത്തി കൊടുക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. പിന്നെ ആ പ്രദേശം കൂടുതൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവരുടെ മുൻഗണന അനുസരിച്ച്, അവിടെയുള്ള ജനങ്ങൾ പറയുന്നതിനനുസരിച്ച് മുൻഗണന അനുസരിച്ച് ചെയ്യും. പെരുമ്പാവൂർ നഗരസഭയിൽ നിന്ന് 4-ാം വാർഡിൽ നിന്ന് ഞാൻ ഇത്തവണയും മത്സരിക്കുകയാണ്. കഴിഞ്ഞ 3 തവണയും എന്നോടൊപ്പം നിന്ന് എനിക്ക് എല്ലാ സഹകരണങ്ങളും തന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രാവശ്യവും നഗരസഭയുടെ LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവർക്കും വിജയം നൽകണമെന്നും അതിനോടൊപ്പം തന്നെ എന്നെയും വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പെരുമ്പാവൂർ നഗരസഭയിൽ LDF 4-ാം വാർഡിൽ മത്സരിക്കുന്ന സതിചേച്ചിയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നടത്തിയതും നടത്താൻ പോകുന്നതിനെക്കുറിച്ചും എല്ലാം സംസാരിച്ചത്. സതിചേച്ചിക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്. നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയതിലും എല്ലാവിധ ആശംസകളും.